ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൺക്ലൂഷൻസ് വരുത്തരുത്. എല്ലാത്തിനും രണ്ട് സൈഡുകൾ ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് സത്യം എന്നുള്ളത്. അപ്പോൾ ഒരു അൺടിൽ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ അവിടെ ആര് തലപ്പത്ത് വരണം, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എടുത്താൽ തന്നെ നമുക്ക് വളരെ ഫ്യൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തേരി മേറ്റുന്ന ഒരു ഫിലിം ഇറങ്ങാൻ പോകാം, അതിലൊരു ആരതി ഗായത്രി ദേവി വരുന്നുണ്ട്, അതൊരു ഫീമെയിൽ ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ വളരെ റെയർ ആയിട്ട് കേൾക്കുന്ന പേരാണ് ഇങ്ങനത്തെ തലപ്പത്ത് പൊസിഷൻസിൽ ഇരിക്കുന്ന. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഡയറക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ അമ്മയുടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നേതൃസ്ഥാനം സ്ത്രീകൾ വരണമെന്നുള്ള ചർച്ചകൾ വേണമെന്നും വേണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് ഒരു പേഴ്സണൽ അഭിപ്രായം? സ്ത്രീകൾ വരണം, എന്തായാലും വരണം തന്നെയാണ് എൻ്റെ ഒരു താല്പര്യം. എന്തുകൊണ്ടാച്ചാ സ്ത്രീകൾ നല്ല മാനേജേഴ്സ് ആന്ന് പറയും. അല്ല, ഞാനിപ്പോ പ്രൊഡ്യൂസറിന്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടായി ചോദിച്ചു. സത്യം പറഞ്ഞാൽ നല്ല മാനേജേഴ്സാ പറയും. ഇപ്പൊ വീട്ടിൽ തന്നെ പെട്ടെന്നൊരു അതിഥി വരികയാണെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഇവര് വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരുക്കും. അല്ലെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നന്നായി ചെയ്യാൻ സ്ത്രീകൾ പൊതുവെ മാനേജേഴ്സ് ആണല്ലോ. അപ്പോ ഇങ്ങനത്തെ വലിയ വലിയ സ്ഥാപനം അല്ലെങ്കിൽ സംഘടനകൾക്ക് മാനേജ്മെന്റ് ഭയങ്കര പ്രധാനമാണ്. അപ്പോ സ്ത്രീകൾ എന്തായാലും വരണം തന്നെയാണ്. നമ്മൾ വളർന്നത് നമ്മുടെ അമ്മയെ കണ്ടിട്ടാണ്. രാത്രി 12 മണിക്ക് കയറി വിശക്കുന്നെന്ന് പറഞ്ഞാലും ചോറിൻ്റെ ഒരു കുന്തോ ഇല്ലെങ്കിലും എന്തെങ്കിലും എങ്ങനെയായിട്ടൊരു ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടായിരിക്കും. പക്ഷെ ഒരു മുട്ട കിണ്ടിയാൽ കൂടിയും ചോറ് വന്നിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കറക്റ്റാണ്. റീസെന്റ് ഇന്നലെ എന്ന് പറയാം, ഒരു പ്രമുഖ നടൻ ഒരു മീറ്റു വിഭാഗത്തിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗൗരവമുള്ള കേസുകളിൽ പ്രതി അയക്കിയ കുറെ താരങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ താരം ഉണ്ടെന്ന് വെച്ചോളൂ, അവര് ഇതിൽ മത്സരിക്കാൻ പാടില്ല, അമ്മയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേതൃസ്ഥാനത്തുള്ള ഒന്നിലും മത്സരിക്കാൻ പാടില്ല എന്നും, അല്ല മത്സരിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നും ചോദിക്കുന്നുണ്ട്. ഈ രണ്ടിലും ഈ ഒരു വാദപ്രതിവാദത്തോട് യോജിക്കുന്നുണ്ട്? അങ്ങനെ വാദപ്രതിവാദത്തിന്റെ ആവശ്യമുണ്ടോ? അതായത് ലോ ആയിട്ട് തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ലോ തെളിയിച്ചിട്ടുണ്ടോ ഇദ്ദേഹം കുറ്റവാളിയാണ് എന്നുള്ളത്, ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു കേസ് കൊടുത്തു എന്നുള്ളതല്ല, നമ്മൾ കോടതിയിൽ അത് തെളിഞ്ഞ് ശിക്ഷ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഒരിക്കലും അതായത് നമ്മൾ ബേസിക്കലി ജഡ്ജ്മെന്റ്സ് ഒഫീഷ്യലായിട്ട് വരാതെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് ഏതാണ് പോസിറ്റീവ് ആണ്, ആ ഒരു ആൾക്ക് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലേ. റൈറ്റ്, ഓക്കെ. എല്ലാത്തിനും ഒരു ലൈനാണ് പറയുന്നതെങ്കിലും നല്ല അടിപൊളി മറുപടികളാണല്ലോ പറയുന്നത്. ഇതാണ് നമ്മൾ പറയണത് ഇൻഡിവിജ്വാലിറ്റി. ഓക്കെ, ശരി.